ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ദ പ്രിൻസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു പുതിയ ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഫോഴ്സ്ഡ് മാരേജ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രാമ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ എന്നാൽ. ഓക്കെ, ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള യൂറയാണ്. യൂറ വന്നൊരു മീൻകാരിയാട്ടോ. പക്ഷേ അവൾക്ക് വന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, ഈ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് ഫ്രണ്ട്സ് ആയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന പോലെ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, നീ നെറ്റൊന്ന് എൻ്റെ വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യം നോക്കുക. അപ്പോൾ യൂറയാണ് ഫ്രണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതെല്ലാം യൂറയാണ്. മാത്രമല്ല ആ സമയത്ത് അവൾ ബോയ് ഫ്രണ്ട് വരികയാണ്. ബോയ് ഫ്രണ്ട് വന്നിട്ട് ആ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരം എന്ന് പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ളത് കാര്യമൊക്കെ അവളിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബോയ് ഫ്രണ്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൾക്ക് അങ്ങ് നാണം വരും കേട്ടോ. ഇവൾ ചോദിക്കുകയാണ്, ഇത്രയും വേഗം കല്യാണം കഴിക്കുകയും നമുക്കതൊക്കെ ഇച്ചിരി കൂടി ആലോചിച്ചിട്ട് പോരെ എന്നിട്ട് ഇവൾ നാണിക്കും. പോകാൻ പറഞ്ഞു, നീ എന്ത് ഇത്രയും നാണിക്കുന്നതിന്, ഞാൻ നിന്നെയൊന്നുമല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ നിൽക്കുന്ന കണ്ടോ ജെയിൻ, അവളെ കല്യാണം കഴിക്കാൻ പോകുക. അവൾ പിന്നെ എൻ്റെ മാനേജർ മോളായതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂറയുടെ മുഖം ഒന്ന് കാണാം. അവൾ അങ്ങ് ആകെ വാടിപ്പോവാ കേട്ടോ. അപ്പോൾ ഈ ബോയ് ഫ്രണ്ട് ചെറുക്കൻ പറയുകയാണ്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നിനക്ക് മീൻകറി വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാ കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫാങ്ങിനെയാണ്. ഫാങ് വന്നിട്ട് ഒരു CEO പൊസിഷനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര വലിയൊരു ബിസിനസ് ഫാമിലിയുള്ള മോനാണ്. അവനൊരു ബ്രദറുണ്ട്. ആ ബ്രദറും വന്നിട്ട് ഇവൻ്റെ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ കിട്ടണമെന്നും പറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ മറ്റേ ബ്രദർ വന്നിട്ട് ഫാങ്ങിൻ്റെ ബ്രദറിന് വന്നിട്ട് എപ്പോഴും വന്ന് ഇവനെ എപ്പോഴും കോമ്പീറ്റ് ചെയ്തിട്ട് ഇവനെ ജയിക്കണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സെക്രട്ടറി അടുത്ത് ചോദിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസും അപ്പോൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഫാങ് വന്നിട്ടുള്ള വെച്ചിട്ട് ഓൾറെഡി ഗ്രാൻഡ് വന്ന് CEO പൊസിഷൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് അവനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഗ്രാൻഡ് വന്നിട്ട് ഒരു ഫോട്ടോ കാണിക്കുക, വേറെ ആരുമല്ല നമ്മുടെ യൂറയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയണം, നീ ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഞാൻ നിനക്ക് ഈ CEO പൊസിഷൻ തരുമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഫാങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ ഗ്രാൻഡ് കമ്പനി അത്. അപ്പോൾ ഗ്രാൻഡ് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ CEO ആവാൻ പറ്റത്തുള്ളൂ. അവനാണെങ്കിൽ CEO ആയേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക അവൻ. അതുകൊണ്ട് തന്നെ അവനും ഓക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് ഈ നമ്മുടെ യൂറയുടെ ബോയ് ഫ്രണ്ട് കല്യാണം കേട്ടോ. ആ കല്യാണ സമയത്തും നമ്മുടെ ഓൾറെഡി യൂറ ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ആണെന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിക്കായതുകൊണ്ട് തന്നെ ആ ജെയിൻ വന്നിട്ട് ഇവളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. എന്നിട്ട് പറയാം, നീ നിൻ്റെ കണ്ണാടിയിൽ എപ്പോഴെങ്കിലും നിൻ്റെ മുഖം പോയി നോക്കിയിട്ടുണ്ടോ, നിന്നെ കാണാൻ എന്തൊരു കൂതർ ലുക്കാന്ന് പറയും. മാത്രമല്ല നിന്നെയൊക്കെ ആര് കല്യാണം കഴിക്കാൻ അടിയെന്ന് പറഞ്ഞിട്ട് അത്രയും ആൾക്കാരെ മുന്നേ വെച്ചിട്ട് ഈ ജെയിൻ വന്ന് അവളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ യൂറയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുകയാണെ, നമ്മുടെ ഓൾറെഡി ഫാങ്ങിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഒരു പോസ്റ്റർ പോലെ നിൽപ്പുണ്ട്. അത് നോക്കിയിട്ട് പറയാണ്, കണ്ടില്ല അതുപോലത്തെ നല്ല ഹാൻസം ആയിട്ടുള്ള ചെറുക്കനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും, നീ വേണമെങ്കിൽ നോക്കിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കറക്റ്റ് ഒരു വലിയൊരു കാറൊക്കെ വന്ന് നിൽക്കട്ടെ. വേറെ ഒന്നുമല്ല, ഓൾറെഡി CEO പൊസിഷൻ കിട്ടണമെങ്കിൽ യൂറേനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ നമ്മുടെ ഫാങ്ങിൻ്റെ അനിയനാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. മോളെ നീ എണീക്കുന്നു പറയണം. ഈ സമയത്ത് തന്നെ കറക്റ്റ് ഫാങ് അങ്ങോട്ട് എത്തുകട്ടോ. എന്നിട്ട് ഫാങ് ആലോചിക്കും, ഇവൻ ഇതെല്ലാം എങ്ങനെയാണ് അറിയുന്നേ, ഇത് എൻ്റെ ആളാണ് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് യൂറയെ പിടിച്ചു മാറ്റിട്ട്. അപ്പോൾ യൂറയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, അവൾ കിളി പോയ പോലെ നിൽക്കും. എന്നിട്ട് പറയണം, നീ മര്യാദയ്ക്ക് നിൻ്റെ ഷെയർസ് എല്ലാം ഞാൻ വാങ്ങണേ, നീ ഇവിടുന്ന് പൊക്കോളാൻ പറയുവാണ്. ഫാങ് വന്ന് ഫാങ്ങിൻ്റെ അനിയൻ്റെ അടുത്ത്. അപ്പോൾ ഫാങ്ങിൻ്റെ അനിയൻ പറയണേ, പിന്നെ ഇത് പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു പോയി, എനിക്കിതിലൊന്നും ഒരു ഇതുമില്ല ചേട്ടാ ഇതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഫാങ്ങിൻ്റെ അനിയൻ പറയണം, ചേട്ടാ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് ഫാങ്ങിൻ്റെ അനിയൻ അവിടെ നിന്ന് പോകണം. എന്നിട്ട് ഫാങ്ങാണെങ്കിൽ അവളെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തൂക്കിയെടുത്തതിന് ശേഷം എന്നിട്ട് ജെയിൻ ഇല്ല അവളുടെ അടുത്ത് പറയുകയാണ്, നീ ഇവനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇവനെ ഞാൻ ഇന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പോകുക, ഇനി ഞങ്ങളുടെ കമ്പനിയിൽ ഇവന് ജോലിയൊന്നും ഇല്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ജെയിൻ ആകെ കടുപ്പാവുക. അവൾ പറയുകയാണ്, നിനക്ക് ജോലിയൊന്നും ഇല്ലേടാ, എന്നാൽ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യും, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെയിൻ അവൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫാങ്ങാണെങ്കിൽ ഇവളെ കൊണ്ടുപോയിട്ട് അവൻ്റെ കാറിൽ ഇരുത്തും. അപ്പോൾ യൂറ പറയുകയാണ്, നിങ്ങൾ എന്തുമല്ല ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് എന്നെ രക്ഷിച്ചതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്, മാത്രമല്ല നിങ്ങൾ എന്നെ അടുത്ത സ്ട്രീറ്റിൽ വിടുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിൽ പൊക്കോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്ന സമയത്തും നമ്മുടെ എടുത്തുകൊണ്ട് നമ്മുടെ ഫാങ് പറയണേ, അപ്പോൾ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല അല്ലേ, ഇനി ഒരു കാര്യം മനസ്സിലായിരിക്കും, നീയാണ് ഇനി എൻ്റെ ഫിയാൻസി, മനസ്സിലായോ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ, ഗ്രാൻഡ് പേ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തി അവൻ അകത്ത് കയറിയിരിക്കാം. പക്ഷേ പ്രശ്നം അതല്ല, ഇവനാണെങ്കിൽ ഇച്ചിരി നല്ല ഹൈ ക്ലാസ് ഫാമിലിയിലൊക്കെ ആയതുകൊണ്ട് ഇവളാണെങ്കിൽ മീൻകാരി പെണ്ണല്ലേ, ഇവളുടെ അന്ന് ബോഡിയിൽ നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് മീനിൻ്റെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിതൊന്നും സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാറിൽ വരുന്നത്. അപ്പോൾ യൂറ ഈ കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ്റെ അടുത്ത് പറയണം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്നതൊന്നും അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് ഇവളിങ്ങനെ നല്ല ദേഷ്യത്തോടെ നോക്കിയിട്ട് മനസ്സിലാക്കി, പിന്നെ എനിക്കോ നിന്നെ ഇഷ്ടം ബെസ്റ്റ്, എന്തുവായാലും ഈ ജന്മത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് അവൻ മനസ്സിൽ ആലോചിക്കും കേട്ടോ. എന്നിട്ട് അവൻ്റെ വീടിനകത്ത് നിർത്തുന്ന സമയത്ത് ഇവള് വീടിനകത്തൊക്കെ കയറിയിട്ട് ആകെ ഷോക്കാവും, ദൈവമേ ഇത് വന്നിട്ട് എന്തൊരു വലിയ വീടാണ്, ഞാൻ ഇത്രയും വലിയ വീട് എൻ്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്ക് ഇവള് കിളി പോയ പോലെയാണ് എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആ സമയത്ത് അവിടേക്ക് ഒരു റെഡ് കളർ സൂപ്പറായിട്ടൊരു ഗൗൺ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണ് വരും കേട്ടോ. ഈ പെണ്ണ് വേറെ ആരുമല്ല, ഫാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണാണ്. മാത്രമല്ല ഈ പെണ്ണ് വന്നൊരു ആക്ട്രസ് ആണ്. അപ്പോൾ ആ ആക്ട്രസ് പെണ്ണ് കയറി വന്നിട്ട് ആലോചിക്കണത് ഇത് എന്തൊരു സ്മെല്ലാന്ന് പറയുന്ന സമയത്ത് യൂറയ്ക്ക് പെങ്കൊച്ചിനെ കാണുമ്പോൾ പേടിയായിട്ട് ഇവള് വന്നിട്ട് ഇവരുടെ മാനേജറില്ലയോ ആളെ പിന്നെ ചെന്ന് വിളിക്കും കേട്ടോ. എടുത്തോണം ആ ഒരു ആക്ട്രസ് പെണ്ണ് പറയുന്നത് നീ മാറി മാനേജറുടെ അടുത്ത് മാറാൻ പറഞ്ഞിട്ട് ഈ യൂറയെ കാണുവാണ്. എന്നിട്ട് ആക്ട്രസ് വന്നിട്ട് നമ്മുടെ ഫാങ്ങിനോട് ചോദിക്കുക, ഓ ഇതാണോ നിൻ്റെ ഗ്രാൻഡ് പ പറഞ്ഞ പെണ്ണ്, ഈ പെണ്ണ് എന്നെ ആകെ സ്മെല്ലെടുക്കുന്നില്ല, എങ്ങനെ സഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോവുക. മാത്രമല്ല നേരെ നമ്മുടെ പോകുന്നത് ഒരു ഗ്രാൻഡ് പേ കാണാനാട്ടോ. അപ്പോൾ ഗ്രാൻഡ് പേ കാണാൻ പോകുന്ന സമയത്ത് ഈ ആക്ട്രസ് പെണ്ണാണ് നമ്മുടെ ഫാങ്ങിനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് പേ കണ്ണാടി വെക്കാത്തതുകൊണ്ട് ആൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാഴ്ചയൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ പറയണോ നിങ്ങൾ നല്ല മാച്ചാന്നൊക്കെ പറയുന്ന സമയത്ത് ആ മാനേജർ പറയാണ് ഗ്രാൻഡ് പേ നിങ്ങൾ ആ കണ്ണാടി ഒന്ന് വെച്ച് ചുവനെ നോക്കാൻ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ആക്ട്രസ് പെണ്ണാണ് ഫാങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന്. എടുത്തോണ്ട് ഗ്രാൻഡ് പേ പറയാണ് ഇനി എന്തിനാ എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വഴക്ക് പറഞ്ഞ് മാറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഓക്കെ ഇന്ന് വൈകിട്ട് എന്തോ ആയാലും നമുക്കൊരു പാർട്ടി ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യണം. ആ പാർട്ടി വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ മാരേജിൻ്റെ കാര്യം അനൗൺസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ വിടുവാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ യൂറയുടെ കാര്യമാണ് കഷ്ടം. അവൾക്കാണെങ്കിൽ ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും ആ പെണ്ണിന് മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ ആലോചിച്ച് തെന്നി വീഴാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഫാങ്ങിൻ്റെ അനിയൻ വന്നിട്ട് ഇവളെ പിടിക്കുവാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവനെ കാണുന്ന സമയത്ത് ഇവൾ ആലോചിക്കും എന്ത് രസം ഈ ചെറുക്കനെ കാണാമെന്ന് പറയുന്നത് നോക്കിക്കുമ്പോൾ ഇവ ആലോചിക്കും ഇത് എവിടെ നിന്ന് ഇത്രയും വൃത്തിയായിട്ട് സ്മെല്ല് വരുന്നത് പറഞ്ഞ് നോക്കുക. അപ്പോൾ ഈ സമയത്ത് ഇവളിങ്ങനെ ഇമാജിനേഷൻ ചെയ്യും ദൈവമേ 2 രാജകുമാരന്മാർക്ക് ഇടയിലുള്ള ഒരു രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഇവളെ സ്വയം ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇവളുടെ ഫെയ്റ്റ് താങ്ങാതെ ഇവനങ്ങ് ഇവളെ തറയിട്ട് 2 പേരും കൂടി തറയി വീഴും കേട്ടോ. എന്നിട്ട് ഫാങ്ങിൻ്റെ അനിയൻ പറയണം നീ ഒരു കാര്യം ചെയ്യേ, നീ വന്ന് ബ്യൂട്ടി പാർലർ റെഡി ആവണ്ടേ, രാത്രി പാർട്ടിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവള് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവിടുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൾക്ക് ഇവനെ ഇഷ്ടമാണല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി ഡ്രസ്സൊക്കെ നോക്കി ഓരോന്നെടുത്ത് കൊടുക്കും. ഇത് ഇഷ്ടമായോ അത് ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ട് പല ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാം. ഇതേ സെയിം ബ്യൂട്ടി പാർലറിലേക്ക് ഇതറിഞ്ഞിട്ട് ഫാങ് വന്നിട്ട് ഫാങ് ഓൾറെഡി ഇവൾക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം വന്ന് കൊണ്ടുകൊടുക്കാനാണ് ആ ഡ്രസ് പെണ്ണിൻ്റെ കൂടെ വന്നേക്കുന്നത്. മാത്രമല്ല ഇവൻ ചെയ്തുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വരുമ്പോൾ ഇച്ചിരി ഒരു ഭയങ്കര ഒരു ലോ രീതിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് പേക്ക് ചിലപ്പോൾ ഇഷ്ടമാകത്തില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒരു തെറ്റായ രീതിക്ക് കാണാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഗ്രാൻഡ് പേ തന്നെ ഈ ഒരു കല്യാണം വേണമെന്ന് പറയില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കൊടുത്തു വിടുന്നത്. ഈ സമയത്ത് ഫാങ്ങിൻ്റെ അനിയനൊരു കോൾ വരുവാണ്, നമുക്ക് വന്ന് CEO പോസ്റ്റിന് വേണ്ടി ആ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആരൊരാൾ ഇവനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ എടുത്തോണ്ട് ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ വിട്ടിട്ട് അവൻ്റെ കാര്യം നോക്കി പോകണം. എന്നിട്ട് ഓൾറെഡി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മുടെ യൂറ വന്നിട്ട് ഈ ഡ്രസ്സ് എല്ലാം ഇട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഫാങ് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഹീൽസ് എല്ലാം ഇട്ടുണ്ടോന്ന് തോന്നുന്നു, തെന്നി വിടാൻ പോകുന്ന സമയത്ത് ഫാങ് പിടിക്കുവാണ് അവളെ. അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ ആക്ട്രസ് പെണ്ണിന് ഇഷ്ടമാവുന്നൊന്നുമില്ല. അപ്പോൾ ആക്ട്രസ് പെണ്ണ് മനസ്സിലാക്കി തരും ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ എന്ന് അവളും ആലോചിക്കാം. അപ്പോൾ ഫാങ് വന്നിട്ട് നമ്മൾ യൂറയുടെ അടുത്ത് പറയണം നീ വേഗം റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവള് വന്ന് ആക്ട്രസ് പെണ്ണിനെയും കൂട്ടിയിട്ടാണ് ഫാങ് അവിടെ നിന്ന് പോകുന്നത്. ഇവൻ കാറിൽ കയറിയിരിക്കുന്ന സമയത്താണെങ്കിലും ഇവൻ്റെ അനിയനാണെങ്കിൽ വേറെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവ ആലോചിക്കും ദൈവമേ അവളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വഴക്കൂടിയിട്ട് അവൻ താണ്ടി ഒറ്റയ്ക്ക് പോകുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പോയി തിരിച്ചു വന്നിട്ട് ഇവളെ കൊണ്ടുപോകാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ് ആക്ട്രസ് പെണ്ണിനെയും കൂട്ടി പാർട്ടിയുടെ സ്ഥലത്തേക്ക് പോകാട്ടോ. എന്നിട്ട് പാവം നമ്മുടെ യൂറിയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് രാത്രി ഭയങ്കര ലേറ്റായി ആ ഷോപ്പ് അടയ്ക്കുന്ന ടൈമാവുക. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി പാർലർ ആ ചേച്ചി വന്നിട്ട് നമ്മുടെ യൂറി അടുത്ത് പറയണം ഞങ്ങൾക്ക് കടയൊന്ന് ഷോപ്പ് ഒന്ന് അടയ്ക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യൂറി ശരി എന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. എന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുവാണ്. ഇനിയിപ്പോൾ അവൾക്ക് പോകാമെന്ന് വെച്ചാൽ അവൾക്കാണെങ്കിൽ എവിടെ പാർട്ടി അടക്കുന്നതെന്നോ അതിൻ്റെ അഡ്രസ്സൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൾക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അവൾ വിചാരിക്കും ഫാങ്ങിൻ്റെ അനിയനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കുന്ന സമയത്ത് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഇനി ഫാങ്ങിനെ വിളിക്കുവാണെങ്കിൽ അവനാണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നും അറിയാൻ പാടില്ല. ഇനി പാർട്ടി സ്ഥലത്ത് എത്തിയിട്ട് ഫാങ്ങിനെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ ഫാങ്ങിൻ്റെ അനിയനാണെങ്കിൽ വേറെ ഏതോ പെൺകുട്ടിയും കൂട്ടി വരുന്നത്. അപ്പോൾ ഫാങ് വന്ന അഡ്രസ്മെൻ്റ് എടുത്ത് വരണം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടക്കണം, എനിക്ക് തന്നെ ആ CEO പോസ്റ്റ് വേണം, അതുകൊണ്ട് ഞാൻ ആ പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടും ഫാങ് അവിടെ നിന്ന് പോകാം കേട്ടോ. എന്നിട്ട് നമ്മുടെ യൂറോ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ പാടും നോക്കി അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു, എന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇവരെല്ലാം കൂടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ വിചാരിക്കുകയാണ് നടന്ന് പോയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങുന്ന സമയത്ത് അവളൊരു വണ്ടി അടിക്കാൻ വരും കേട്ടോ. അപ്പോൾ പേടിച്ച് അവൾ അവിടെ തന്നെ ഇരിക്കും. ആ സമയത്ത് കറക്റ്റ് ഫാങ് അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ പാർട്ടി സ്റ്റാർട്ട് ആകും കേട്ടോ. ആ സമയത്ത് ഗ്രാൻഡ് പേ വന്നിട്ട് ബാക്കി ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫിയാൻസ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മാരേജിൻ്റെ ഇൻഫർമേഷൻ വന്ന് ഗ്രാൻഡ് പേ എല്ലാവരുടെ അടുത്തും പറയണം. വേറെ ഒന്നുമല്ല, നമ്മുടെ യൂറയുടെ ഗ്രാൻഡ് പേയും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പേയും കൂടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അവരെ കൊച്ചുമോളെ എൻ്റെ കൊച്ചുമോനെ കൊണ്ട് നിങ്ങളുടെ കൊച്ചുമോളെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവരൊരു വാക്ക് കൊടുത്തതിൻ്റെ ബേസിസിലാണത്രേ യൂറയെ കൊണ്ട് എൻ്റെ കൊച്ചുമോനായിട്ടുള്ള ഫാങ്ങിൻ്റെ അനിയനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നതെന്നാണ് അവിടെ വെച്ചിട്ട് എല്ലാവരും മുന്നിലും പറയുന്നത്. അപ്പോൾ ആക്ട്രസ് വിചാരിക്കണം ദൈവമേ ഭാഗ്യം, എൻ്റെ വഴി ക്ലിയറായി, ഞാൻ ഇനി ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് അവളും വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫാങ് പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇവളാണെങ്കിൽ വണ്ടി ഇടിക്കാൻ വന്നില്ല. അപ്പോൾ ഇവൾ ടെൻഷനായിട്ട് ഫാങ്ങിനെ ഹഗ് ചെയ്യുക കേട്ടോ.
അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്കാണെങ്കിൽ അവൾ ആകെ പേടിച്ചിരിക്കുമല്ലേ, എന്നിട്ട് അവൾ കാറിൽ കയറ്റി പോവാട്ടോ. ആ സമയത്ത് ഫാങ്ങിന് ഒരു കോൾ വരുവാണ്. ഗ്രാൻഡ് ഡിസിഷൻ മാറ്റി അനിയന് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചെന്ന് പറയണം. അപ്പം പിന്നെ അവൻ വിചാരിക്കണം ഇനിയിപ്പോൾ പാർട്ടിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെ ഡോക്ടറെ കാണിക്കാനായി കൊണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയും നല്ലപോലെ നോക്കിക്കോണം, റെസ്റ്റ് എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കണം അവളുടെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതുകൊണ്ട് തന്നെ അവളുടെ വില്ലേജിൽ കൊണ്ടുപോയി. വില്ലേജിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇവളുടെ അടുത്ത് വന്ന് ഫാങ് പറയണം നിന്നെ മാരേജ് വന്ന് എൻ്റെ അനിയനുമായിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ യൂറയ്ക്ക് നല്ല ടെൻഷനാവും. അവൾ ചോദിക്കുക അതെങ്ങനെയാണ് എൻ്റെ ലൈഫിൻ്റെ കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, എനിക്ക് വന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ ഞാൻ കല്യാണം കഴിക്കണ്ടേ, അല്ലാതെ നിങ്ങളാണോ ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ആരെ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ അതിന് പറയാൻ ഉത്തരവൊന്നുമില്ല കേട്ടോ. മാത്രമല്ല പോകുന്ന സമയത്ത് കടലൊക്കെ കാണുക. അപ്പോൾ കടൽ കാണുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവനെ കൊണ്ട് കാറെല്ലാം നിർത്തിച്ച് ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് പറയണം ഞാൻ അവിടെ മീൻ പിടിച്ച് അവിടെ ഞാൻ ഇറങ്ങി മറ്റോടത്ത് പോയി ഞാൻ മറ്റോടത്ത് വിലയിട്ടെന്നും പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് കിടന്ന് ഹാപ്പി ആയിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവള്. എന്നിട്ട് അവളെ വന്നിട്ട് അവിടെ ഇറക്കി വിട്ടിട്ട് ഇവൻ പോവാൻ നിൽക്കുക. ആ സമയത്ത് ഇവള് പറയും അയ്യോ നിക്ക് നോക്കി എൻ്റെ വീടെല്ലാം ഇടിച്ചിട്ടേക്കുന്നത്. നോക്കുമ്പോൾ എന്തുവാ സത്യം പറഞ്ഞാൽ ഇവൾക്ക് പുതിയ വീട് പണിത് കൊടുക്കാനായിട്ട് ഇവൻ്റെ ഗ്രാൻഡ് വന്നിട്ട് അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞിട്ട് വീടെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടേക്കുക. അപ്പോൾ പിന്നെ അവൾക്ക് അവിടെ താമസിക്കാൻ പറ്റത്തില്ലോ, വേറെ വഴിയില്ല. അപ്പോൾ ഫാങ് വന്നിട്ട് ഇവളെ വന്ന് നേരെ തിരിച്ചു വരെ വീട്ടിൽ കൊണ്ടുവരികയാണ്. ഫാങ്ങാണെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേ കാണാൻ പോകും. എന്നിട്ട് ചോദിക്കുകയാണ് ഗ്രാൻഡ് പേ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു, അവളുടെ വീടൊക്കെ എന്തിനാ ഇടിച്ചിടാൻ പോയത്, അവൾ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലായിരുന്നൊന്നും. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേ പറയണം അതെല്ലാം മോനെ ഞാൻ വന്നിട്ട് നമ്മുടെ യൂറയുടെ ഗ്രാൻഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വഴിയില്ല, അവളെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, അവൾ വലിയ വീട്ടിൽ ജീവിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഒരു കാര്യം ചെയ്യും നമ്മുടെ വീട്ടിൽ ഇത്രയും റൂംസ് ഉണ്ടല്ലോ ഒരു റൂം അവൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് അവനെ വിടുക. അപ്പോൾ അവനാണെങ്കിൽ ഒരു റൂമൊക്കെ സെറ്റാക്കിയിട്ട് അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂറ ആണെങ്കിൽ ഒന്നാമതെ അവൾ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ലേ, അപ്പോൾ വലിയ റൂമും സൂപ്പർ ബെഡെല്ലാം കാണുമ്പോൾ അവളവിടെ കിടന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുക. ആ സമയത്ത് ഫാങ്ങിൻ്റെ അനിയ റൂമിലേക്ക് വന്നിട്ട് ഇവളടുത്ത് വന്നിട്ട് പറയണേ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നു കളയും, പിന്നെ കേസും കാര്യങ്ങളൊക്കെ എനിക്ക് പുഷ്പം പോലെയെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യൂറയാണെങ്കിൽ ആകെ ടെൻഷനാവുക. മാത്രമല്ല ഫുഡ് കഴിക്കാനായിട്ട് ഇവരെല്ലാവരും ഫാമിലിയായിട്ട് ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് യൂറ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് പറയാം നീ വന്നിട്ട് ഫാങ്ങിൻ്റെ അനിയൻ്റെ അടുത്ത് ഇരിക്കാൻ പറയുന്ന സമയത്തും ഫാങ്ങിൻ്റെ അനിയനാണെങ്കിൽ അവിടെ നിന്ന് കത്തിയൊക്കെ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ യൂറ ആകെ ടെൻഷനായിട്ട് പറയും അയ്യോ ഞാൻ അവിടെ ഇരിക്കുന്നില്ല ഞാൻ ഫാങ്ങിൻ്റെ കൂടെ ഇരിക്കാനെന്ന് പറഞ്ഞിട്ടും ഫാങ്ങിൻ്റെ അടുത്ത് ചെന്നിരിക്കും കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അവൾ വിചാരിക്കുവാണെങ്കിൽ വൈൻ ഇരിപ്പുണ്ട് ഒരു ഗ്ലാസ്സിൽ, അത് വന്ന് ജ്യൂസാണെന്നും വിചാരിച്ചിട്ട് അവൾ ഒറ്റ വലിക്കും കുടിക്കുക. അപ്പോൾ അവൾക്കാണെങ്കിൽ കുടിച്ചുകൊണ്ട് തന്നെ മത്താവുകയാണ്. അപ്പോൾ ഇത് ഗ്രാൻഡിക്ക് മനസ്സിലായിട്ട് ഗ്രാൻഡ് പറയാണ് ഫാങ്ങിൻ്റെ അനിയൻ്റെ അടുത്ത് നീ ഒരു കാര്യം ചെയ്യുക അവളെ കൊണ്ടുപോയിട്ട് റൂമിലാക്കാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇവനിങ്ങനെ എന്തെങ്കിലും കൊല്ലുമോന്നും വെച്ച് പേടിച്ചിട്ടുള്ള പറയും അയ്യോ ഗ്രാൻഡ് എനിക്ക് മത്തൊന്നും പിടിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് പൊക്കളാന്ന് പറഞ്ഞിട്ട് ഇവിടെ നടന്ന് കയറി ചെന്ന് കിടക്കുന്നത് ഫാങ്ങിൻ്റെ റൂമിലാണ്. അപ്പോൾ ഫാങ്ങിനൊന്നും കാണുന്നില്ല, അവൻ കുളിച്ചിറങ്ങി വരുമ്പോൾ ഒരു പെണ്ണ് കിടക്കുന്നു. അപ്പോൾ ഇവളൊക്കെ എന്തെയും ഇത് ഏതാ പെണ്ണെന്നും പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവളെന്താ എൻ്റെ റൂമിൽ കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഫാങ്ങാണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അവളുടെ റൂമിലേക്ക് എടുത്തിട്ട് അവൻ അങ്ങ് പോവാ കേട്ടോ. അപ്പോൾ അവളാലോചിക്കും ദൈവം ഇന്നത്തെ ദിവസം എനിക്ക് നാശം പിടിച്ച ദിവസം ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിച്ചു വെച്ചാൽ ഇനി ഈ വീട്ടിൽ നിന്നാൽ ശരിയാവത്തില്ലെന്നും പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുക. ആ സമയത്ത് കറക്റ്റ് മാനേജർ ഇത് കാണും കേട്ടോ. മാനേജർ വേണം മോളെ വീടൊക്കെ ഇടിച്ചിട്ടേക്കോ, മാത്രമല്ല നിൻ്റെ കയ്യിൽ പൈസയും ഇല്ലല്ലോ, ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നീ എങ്ങനെ ജീവിക്കുന്നു ചോദിക്കുന്ന സമയത്ത് ഇവൾക്ക് പിന്നെ വേറെ വഴിയില്ല. അതുകൊണ്ട് അവൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലും സ്റ്റേ ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുക കേട്ടോ. ഇനി ഫാങ്ങിൻ്റെ അനിയനാണെങ്കിൽ ഇവളെ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ ജോലിയും ആ പെണ്ണിനെ കൂടെ എടുപ്പിക്കുക. അപ്പോൾ അവളടുത്ത് പറയും തൂക്ക് വാര് തുടക്കിയെന്നും പറഞ്ഞിട്ട് മിനിറ്റിന് ആ പെണ്ണിനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ യൂറയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. ഇവനെ ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവത്തില്ല, ഞാൻ ഒരു ചീത്ത പെണ്ണാന്ന് അവന് തോന്നിയാൽ മാത്രമാണ് അവനായിട്ട് തന്നെ ഈ കല്യാണം ക്യാൻസൽ ചെയ്തിട്ട് പോകുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉള്ള വൈനെല്ലാം കഴിച്ചിട്ട് കുറേ സെക്സി ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇവൻ്റെ അടുത്തോട്ട് ചെല്ലുക കേട്ടോ. ഇവള് നോക്കുമ്പോൾ ഇവള് കുടിച്ചിരിക്കുന്നതുകൊണ്ട് ഇവൾക്ക് ബോധമൊന്നുമില്ല, മത്ത് പിടിച്ചിരിക്കുമല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫാങ് വരുമ്പോൾ ഇവള് വിചാരിക്കും ഫാങ്ങിൻ്റെ അനിയനാന്നും പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് ഇവനെ കിസ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫാങ് ചോദിക്കണം നീ എന്തുവാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് നീ ഫാങ്ങിൻ്റെ അനിയനല്ലയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ എന്തൊക്കെ വൃത്തിയായിട്ട് പെണ്ണാടി ഇവിടുന്ന് മാറടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തള്ളി മാറ്റിയിട്ട് അവനങ്ങ് പോവാണ്. ഇനി നമ്മുടെ യൂറയ്ക്ക് ബോധം വരുന്ന സമയത്ത് അവൾക്ക് ഈ കാര്യമൊക്കെ ഓർമ്മ വരും കേട്ടോ. അവൾക്ക് ദൈവമേ ഞാൻ ഇന്നലെ എന്തൊക്കെ മണ്ടത്തര ചെയ്ത് വെച്ചാൽ എൻ്റെ നാണോ മാനോ എല്ലാം പോയി, ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്ന ആലോചിച്ചിട്ട് യൂറ അവിടെ ഇരിക്കുക. ഫാങ് ആണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്ന് ആലോചിക്കുക അവളെ എങ്ങനെ എന്നെ കിസ് ചെയ്യാം, അവൾക്ക് എന്നെ സെഡ്യൂസ് ചെയ്യാനെന്ന് നോക്കി അവൾ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളുടെ മേലെ ഫീലിങ്സ് എല്ലാം വരാൻ തുടങ്ങും കേട്ടോ. ഈ സമയത്ത് യൂറ എനിക്ക് എൻ്റെ മാനമാണ് വലുത്, ഞാനിവിടെ നിന്നതിന് ശരിയാവത്ത ഞാൻ എന്തുമായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഒരു കോണിപ്പടി വഴി ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് കറക്റ്റ് ഫാങ്ങിൻ്റെ അനിയനാണെങ്കിൽ പിടിച്ചു നിർത്തുക. എന്നിട്ട് ചോദിക്കുവാണെങ്കിൽ
എടി നീ ഇത് എവിടെയാടി കട്ടോണ്ട് പോകുന്ന, ഈ സാധനമൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കട്ടോണ്ട് പോകാലെന്ന് പറഞ്ഞിട്ട് പിടിച്ചെത്തുന്ന സമയത്ത് ഇതെല്ലാം വന്ന് ഫാങ് വന്ന് ജനലിൻ്റെ സൈഡിൽ നിന്ന് കാണും കേട്ടോ. അപ്പം അവനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നു, അവനാകെ ജെലസ് ആവുന്നു. ഇനി എൻ്റെ അവളാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ നിൽക്കും, ഇനി എൻ്റെ അന്യൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറുമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവളെ ആലോചിച്ച് ജെലസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തോണ്ട് യൂറ തുറന്ന് പറയുകയാണ് നമ്മുടെ ഫാങ്ങിനെ അനിയൻ, എനിക്ക് നിന്നെ കല്യാണം എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഫാങ്ങിൻ്റെ അനിയനോട് ഫാങ്ങിൻ്റെ അനിയനും പറയണം എനിക്കും ഇഷ്ടമല്ല. ഓക്കെ അപ്പം ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി വിട്ടോളാം, എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയി വിടുന്ന സമയത്ത് കുറച്ച് പൈസയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആ പൈസയ്ക്ക് ഇവള് വന്നിട്ട് അവിടെ പോയിട്ടൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുക്കുവാണ്. ഇതേ സമയം മറ്റേ ജെയിൻ ഉണ്ടായിരുന്നല്ലോ, അവളുടെ ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കായിരുന്ന പെണ്ണ്, അവൾ വന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. വേറെ ഒന്നുമില്ല, അവളെ കല്യാണമൊക്കെ മുടങ്ങിപ്പോയില്ലേ. അവൾ പറയണം എങ്ങനെയെങ്കിലും നമ്മുടെ യൂറയുടെ അടുത്ത് നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർ അറിയുവാണ് ഇവൾ വന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വന്നിട്ട് ബോയ് ഫ്രണ്ട് എഴുതിയ പോലെ ലെറ്റർ എഴുതിയിട്ട് അവിടെ ഇടുക. ഇത് കാണുന്ന യൂറ വിചാരിക്കുകയാണ് ഓക്കെ ബോയ് ഫ്രണ്ട് എന്നെ കാണാൻ വിളിച്ചിട്ടുണ്ടല്ലോ, അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അത് വേറെ ഒന്നുമില്ല, അതൊരു വെയർ ഹൗസ് ആട്ടോ, ഈ ഹോട്ടലിനോട് ചേർന്നുള്ളൊരു വെയർ ഹൗസാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ ജെയിനും അവളുടെ ഫ്രണ്ട്സും കൂടി ഇവൾ അടിച്ച് വെള്ളത്തെ മുക്കി എടുക്കുക കേട്ടോ. തല ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് മുക്കി എടുത്ത അവസാനം നമ്മൾ പാവം യൂറയാണെങ്കിൽ തല കറങ്ങി മയങ്ങി അവിടെ വീഴും. എന്നിട്ട് പറയാണ് 2 ദിവസം ഇതിനകത്ത് കിടക്കട്ടെ, തന്നെ അവൾ മരിച്ചോളെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ നിന്ന് പോവാം. ഓൾറെഡി ഫാങ് കണ്ടല്ലോ ഫാങ്ങിൻ്റെ അനിയനും അതുപോലെ യൂറയും കൂടി സംസാരിക്കുന്നത്. മാത്രമല്ല യൂറ ഇതുവരെ പിന്നെ വീട്ടിലും വന്നിട്ടില്ല. അപ്പോൾ ഫാങ്ങിൻ്റെ അനിയനെ കുറേ മിരട്ടി ചോദിച്ചുകൊണ്ട് തന്നെ ഫാങ്ങിൻ്റെ അനിയൻ പറയണം ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിൽ അവളെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന്. മാത്രമല്ല ഇവൻ്റെ ഫാങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് പറയണം 1 ദിവസത്തിന് മേലെയായി അവൾ ഇതുവരെ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലെന്നും പറയുന്ന സമയത്ത് ഫാങ്ങിന് ആകെ ടെൻഷനായിട്ട് ഫാങ് ആ ഹോട്ടലിലെല്ലാം ചെന്ന് അന്വേഷിക്കാം. ഹോട്ടലിലൊന്നും അന്വേഷിച്ച് അവളെ കിട്ടാത്തതുകൊണ്ട് അടുത്തുള്ള വെയർ ഹൗസിൽ കാണുന്ന ഡൗട്ട് തോന്നിയിട്ട് അവിടെ ചെന്ന് നോക്കുന്ന സമയത്തും നമ്മുടെ യൂറാണെങ്കിൽ മയങ്ങി കിടക്കുന്നത്. അവനാണെങ്കിൽ കുറേ വട്ടം തട്ടി വിളിക്കുന്ന സമയത്തും ഇവിടെ ലാസ്റ്റ് എണീക്കുക. എന്നിട്ട് ഇവനെ കെട്ടിപ്പിടിച്ച് കരയുവാട്ടോ. നോക്കുമ്പോൾ എന്തുവാ, ഇവൾക്കാണെങ്കിൽ നല്ല ഹൈ ടെമ്പറേച്ചർ, തൊട്ടാ പൊള്ളുന്ന പനി എന്ന് പറയത്തില്ല, അതുപോലെ പനിയാണ്. അപ്പം ഇവനാണെങ്കിൽ ഇവിടെ തൂക്കി എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ഫാങ്ങിൻ്റെ അനിയൻ ചോദിക്കുവാണ് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാണ് ഇവൾക്ക് എന്താ പറ്റിയെന്നോ, ഇവൾക്ക് എന്തെങ്കിലും പറ്റിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും, നീ നോക്കിക്കോന്നും പറഞ്ഞിട്ട് ഇവൾ എടുത്തോണ്ട് പോകുക. അപ്പം നമ്മുടെ ഫാങ്ങിൻ്റെ അനിയൻ ചോദിക്കും അതിനിപ്പോൾ ഞാൻ എന്തോ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ഫാങ്ങിൻ്റെ അനിയൻ അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇനി ഫാങ്ങാണെങ്കിൽ അവളെ നോക്കിക്കൊണ്ടേ ഇരിക്കുമോ, പക്ഷെ അവൾക്ക് ടെമ്പറേച്ചർ ഒന്നും അവൻ എത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവളുടെ ടെമ്പറേച്ചർ ഒന്നും കുറയുന്നില്ല. അതുകൊണ്ട് അവളുടെ എല്ലാ കാര്യം നോക്കി നടത്തുന്നതൊക്കെ ഫാങ്ങാണ്. ഇനി ഫാങ്ങിനാണ് അവളുടെ മേലെ വല്ല ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അവൻ സ്വയം പറഞ്ഞു പഠിപ്പിക്കണം ഇല്ലില്ല ഇവളുടെ അടുത്തൊക്കെ എനിക്ക് എങ്ങനെ ഫീലിങ്സ് വരാനാന്ന് പറഞ്ഞിട്ട് ഇവൻ സ്വയം അതില്ല എന്ന് ഇവനെ തന്നെ സ്വയം പഠിപ്പിക്കാൻ നോക്കുവാണ്. എന്നിട്ട് ഇവൻ വന്ന അസിസ്റ്റൻ്റ് അടുത്ത് ഫാങ് പറയുവാണ് നീ ഒരു കാര്യം ചെയ്യും, യൂറ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ അവരെല്ലാം കണ്ടുപിടിച്ച് ഇന്ന് തന്നെ എൻ്റെ മുന്നേ എത്തിക്കണമെന്ന് പറയാം കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും യൂറ ഒരുവിധം ഓക്കെ അവൾക്ക് ടെമ്പറേച്ചർ എല്ലാം കുറഞ്ഞ് എണീക്കുന്ന സമയത്ത് ഫാങ് നമ്മളെ അടുത്ത് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ കൂടെ പുറത്ത് വരുന്നോന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂറ പറയണം ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നത് വേറെ അങ്ങോട്ടല്ല ആ വെയർ ഹൗസിലേക്ക്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ അവൾക്ക് ആണെങ്കിൽ ആ നടന്ന സംഭവം ആലോചിച്ച് അവൾക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാങ് ഇവിടെ ഇറക്കിയിട്ട് പറയാണ് വാ നമുക്ക് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തവരടുത്ത് പ്രതികാരം ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്തും നമ്മുടെ യൂറ പറയാണ് അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ടെൻഷൻ ആവുന്നു അതിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഫാങ് പറയണം ഞാനില്ലേ നിൻ്റെ കൂടെ, നീ പിന്നെ നിന്നെ ടെൻഷൻ ആവുന്നു, വാ നമുക്ക് പ്രതികാരം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് അസിസ്റ്റൻറ്റിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവരടുത്ത് പറയാണ് എന്തൊക്കെ യൂറേ ചെയ്തു അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഇവർ ഓരോരുത്തർക്കും ചെയ്യാൻ പറയാം. അങ്ങനെ ഇവരെല്ലാം മുക്കി എടുക്കുക കേട്ടോ. ഈ സമയം വന്നിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയെ ആലോചിക്കുകയാണ് ദൈവമേ നമ്മുടെ യൂറയ്ക്ക് എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ ചേട്ടൻ എന്തെങ്കിലും ഇങ്ങനെ ടെൻഷനാകുന്നു, ഇനി ഒരു പക്ഷേ എൻ്റെ ചേട്ടത്തിയുമായിട്ട് വരാൻ പോകുന്നത് ഈ യൂറയായിരിക്കുമോ, അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഗ്രാൻഡ് പേ ഒരിക്കലും ചതി ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് അവൻ ചിന്തിക്കുവാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിപ്പോയിട്ട് ആരൊക്കെയാണോ നമ്മുടെ യൂറയെ പുള്ളി ചെയ്ത് അവരെല്ലാം തന്നെ അവനും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ റിപ്പീറ്റ് കാണിക്കും കേട്ടോ. പാവ പെമ്പിള്ളേരെ അവസ്ഥ. ഫാങ്ങിന് എൻ്റെ അനിയനെ അറിയത്തില്ല ഫാങ്ങും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഫാങ് വന്ന് യൂറയെ കൂട്ടി അവിടെ നിന്ന് വന്നു കേട്ടോ. വരുന്ന സമയത്ത് യൂറ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനെ ഹഗ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫാങ് ചോദിക്കുവാണ് നീ എന്നെ മാരേജ് ചെയ്യുമെന്ന്. അപ്പോൾ യൂറയ്ക്ക് ആ കൺഫ്യൂഷൻ ഇവനെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ യൂറയ്ക്ക് ഇവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു പ്രണയമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ എന്തുവാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഫാങ് പറയാണ് നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ മാരേജ് ചെയ്യുക, അപ്പോൾ എനിക്ക് ആ ഒരു CEO പോസ്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ നിനക്ക് ഡിവേഴ്സ് തരാമെന്ന്. അപ്പോൾ യൂറയ്ക്കാണെങ്കിൽ മനസ്സിനകത്ത് സങ്കടമാവുക, കാരണം അവൾക്ക് ശരിക്കും അവൻ്റെ അടുത്തൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്രയൊക്കെ ഹെൽപ്പ് അവൾക്ക് ചെയ്തിട്ട് അവൾ നോ പറഞ്ഞത് ശരിയാകാത്തതുകൊണ്ട് അവളും പറയാണ് ശരി എന്നാൽ ഞാൻ കോൺട്രാക്റ്റ് പ്രകാരം നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അവളും പറയണം.
എന്നിട്ട് ഇവർ നേരെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ യൂറ അതുപോലെ ഫാങ് രണ്ടുപേരും കൂടി ഗ്രാൻഡ് പേ കാണാൻ പോകാം കേട്ടോ. ഗ്രാൻഡ് പേയുടെ അടുത്ത് നമ്മുടെ ഫാങ് പറയാണ്, ഞാൻ ഇവളെ കല്യാണം കഴിച്ചോളാം, എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഗ്രാൻഡ് പേ വന്ന് യൂറയോട് ചോദിക്കണം, സത്യമാണോ മോളെ, ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ തന്നെ കല്യാണം കഴിക്കും, ഇവനെ തന്നെ ഞാൻ CEO പോസ്റ്റ് കൊടുത്തോളാം. അപ്പോൾ യൂറ പറയണം, അത് എനിക്ക് ഇവനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറയുവാണ്. മാത്രമല്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫാങ്ങാണെങ്കിൽ നല്ലൊരു വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം നിന്ന് യൂറയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂറയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവളെടുത്ത് നോക്കുന്ന സമയത്ത് ദൈവം ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ഇത്രയും വില കൂടിയൊരു ഡ്രസ്സാണോ അവനെ എനിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതേ സമയം വന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് പ വന്നിട്ട് ഗ്രാൻഡ് പേയുടെ മാനേജർ എടുത്ത് പറയണം, എനിക്ക് വന്നിട്ട് ഇവർ ഈ പറഞ്ഞതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, അവിടെ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ആൾക്കാരെ വിട്ട് ഇവർ ഈ പറയുന്നത് റിയൽ ആണോ, ഇവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് മാനേജർ ഏൽപ്പിക്കുക കേട്ടോ. ഇതേ സെയിം ടൈമിൽ ആക്ട്രസ് പെണ്ണ് വന്നിട്ട് ഏതോ ഒരു ഷൂട്ടിനോ എന്തൊരു കാര്യത്തിന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കേട്ടിട്ട് ഇവൾക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ ഫാങ് വന്നിട്ട് യൂറയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ട്രസ് പെണ്ണിനെയും നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്തൊരു ക്രഷൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവൾക്ക് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം അവൾക്ക് നമ്മുടെ ഫാങ്ങിനെ കല്യാണം കഴിക്കണം എന്ന് വെച്ചിട്ടാണ് അവൾ ഇരുന്നത്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിയട്ടോ. അപ്പോൾ യൂറയ്ക്ക് ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട്, കാരണം അവളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്. അത് വന്നിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഫാങ് പറയണേ അങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വന്ന് യൂറ അവിടെ നിന്ന് എണീരുക. അപ്പോൾ നമ്മൾ ഫാങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഒരു ഹുഡി പോലത്തെ ഒരു ഡ്രസ്സ് ആയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് പിടിച്ച് വരിക്കുന്ന സമയത്ത് ഇവൾ നേരെ ഇവൻ്റെ മേൽ വന്ന് നിന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കിസ്സാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി ഒന്ന് സംസാരിക്കും. അപ്പോൾ ഫാങ് പറയാണ്, ഒരു പക്ഷേ എൻ്റെ ഗ്രാൻഡ് പേയുടെ പണിയായിരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഗ്രാൻഡ് പ വിട്ട് കാണും. അങ്ങനെയാണ് കാര്യമെങ്കിൽ നമ്മൾ ഇച്ചിരി നന്നായിട്ട് അഭിനയിക്കണം. മാത്രമല്ല നിനക്ക് വന്നിട്ട് നന്നായിട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആക്ട്രസ് പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ അഭിനയിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഈ ആക്ട്രസ് പെണ്ണിനെ വിളിച്ചിട്ട് പറയണം, വൈകിട്ട് ഡിന്നറിന് നമുക്ക് മീറ്റ് ചെയ്യാം, അവിടെ ഒന്ന് സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ ആക്ട്രസ് പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൾ വന്നിട്ട് വൈകിട്ട് ഡിന്നറിനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫാങ്ങിൻ്റെ കൂടെ നമ്മുടെ യൂറയും കൂടി കാണുന്ന സമയത്ത് നമ്മുടെ ആക്ട്രസ് പെണ്ണിനെ സങ്കടം. കാരണം അവൾ വിചാരിച്ചിരുന്ന എന്തോ ഒരു ഡേറ്റിംഗ് പോലെ സംഭവത്തിനാണ് ഫാങ് നമ്മുടെ ആക്ട്രസ് പെണ്ണിനെ വിളിച്ചേക്കുന്നതെന്നാണ്. പക്ഷേ ഈ കൂടെ യൂറയും കൂടെ കാണുന്ന സമയത്ത് ഇവൾക്ക് അങ്ങ് സങ്കടം. ആ സമയത്ത് ഫാങ് പറയാണ്, വേറെ ഒന്നുമല്ല, ഞങ്ങൾ കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എനിക്ക് ആ CEO പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവളെ ഡിവേഴ്സ് ചെയ്യും. അതുകൊണ്ട് ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവളെയും വന്നിട്ട് നോട്ട് ചെയ്യാനായിട്ട് ഗ്രാൻഡ് പേ കുറച്ച് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ശരിക്കും അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് ടീച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് പറയണം, ഞാൻ പറയുന്നതിനേക്കാളും എൻ്റെ ഒരു ഡയറക്ടർ ഉണ്ട്, അയാളാകുമ്പോൾ ചെയ്തു തരുന്നത്, ഇയാളാകുമ്പോൾ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും, അവൾക്ക് നല്ലപോലെ നമുക്ക് ഇച്ചിരി സീനൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഗ്രാൻഡ് പേക്ക് അത് ഇച്ചിരി വിശ്വാസമാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ആക്ട്രസ് പെണ്ണ് അവൾ ഡയറക്ടറെ കാണിക്കാനേ കൊണ്ടു. അപ്പോൾ ഡയറക്ടർ ഓരോ സീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യാം. പക്ഷേ ആക്ച്വലി അങ്ങനെ സീനൊക്കെ അവർ വന്ന് അഭിനയിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഒരു റൊമാൻറ്റിക് സീന് റിയൽ ആയിട്ട് നടക്കുക. വേറെ ഒന്നുമില്ല, ഇവളുടെ ഹീൽസ് ഇട്ടിട്ട് നമ്മുടെ യൂറ വീഴാൻ പോകാം. അപ്പോൾ ഇവൻ വന്നത് ഇതിനെ പിടിക്കുക. അത് ശരിക്കും ഒരു റിയൽ റൊമാൻറ്റിക് സീനായിരുന്നു. പക്ഷേ അത് അവർ പറഞ്ഞ ഷൂട്ടിനൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം വന്നിട്ട് അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. എന്നിട്ട് തിരിച്ച് ആക്ട്രസ് പെണ്ണും ഫാങ് കൂടി നടന്നു വരുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് ചോദിക്കണം, നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിന് വേണ്ടി തന്നെയാണോ യൂറയെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് വന്ന് അവളുടെ എന്തെങ്കിലും ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാങ് പറയണേ ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ചെയ്യുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് പറയണം, അങ്ങനെയല്ലടാ, നിനക്ക് വന്നിട്ട് നിൻ്റെ കണ്ണിൽ ആ പ്രണയം ഞാൻ കണ്ട്, വേറൊന്നുമില്ല, ആക്ട്രസ് പെണ്ണിന് ഇവനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവൾക്ക് അറിയാം ആ പ്രണയത്തിൻ്റെ ഫീലിംഗ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഫാങ്ങിൻ്റെ കണ്ണിൽ ഇവർ അങ്ങനെ വീണ സമയത്ത് നോക്കി നോട്ടത്തിൽ നമ്മുടെ ആക്ട്രസ് പെണ്ണിനൊരു ഡൗട്ട്, ഫാങ്ങിൻ്റെ കണ്ണിൽ പ്രണയം കണ്ടുകൊണ്ട് ഇവൾക്കൊരു ഡൗട്ട് ആയതുകൊണ്ടാണ് അവളങ്ങനെ ചോദിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം കിട്ടിയിട്ട് മാനേജർ വന്ന് ഗ്രാൻഡ് പേക്ക് കൊണ്ടുവന്ന് കാണിക്കും കേട്ടോ. ആ സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കണം, ഇവർ രണ്ടും പൊട്ടന്മാർ ഇതെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഗ്രാൻഡ് പേ ചൂടാവും. പക്ഷേ ഗ്രാൻഡ് പേ എന്തിനാ ചൂടാവുന്നതെന്ന് ഇപ്പം നമുക്കറിയത്തില്ല. പക്ഷേ പോകെ പോകെ സ്റ്റോറിയിൽ നമുക്ക് കാര്യം മനസ്സിലാവും. എന്നിട്ട് ഗ്രാൻഡ് പേ വന്നിട്ട് ഫാങ്ങിനെ യൂറയും വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വന്നിട്ട് ഒരു ബിസിനസ്സിൽ ഞാൻ വന്നിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം വന്ന് റിസോർട്ട് പണിയാനെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വന്നൊരു മീൻകാരൻ്റെ പേരിലുള്ളത്, അയാളാണെങ്കിൽ ആ ഒരു സ്ഥലം എനിക്ക് തരാൻ തയ്യാറാവുന്നില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ആ ഒരു സ്ഥലം എനിക്ക് വാങ്ങിച്ചു തരുവാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ പെട്ടെന്ന് നടത്തുകയും ചെയ്യാം, മാത്രമല്ല CEO പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നിനക്കൊരു കൺഫർമേഷൻ തരാമെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ യൂറയും ഫാങ്ങിനും അതാണല്ലോ വേണ്ടത്. അപ്പോൾ തന്നെ അവർ ആ മീൻകാരനെ കാണാനായിട്ട് പോകാം. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ആ മീൻകാരൻ്റെ അഡ്രസ്സ് വന്നിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയൻ്റെ കയ്യിലാണ്. പക്ഷേ ഫാങ്ങിൻ്റെ അനിയൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂറയുടെ കയ്യിൽ ആ മീൻകാരൻ്റെ അഡ്രസ്സും കൊടുത്തു വിടാം. അപ്പോൾ ഇവരിങ്ങനെ പോയി കഴിയുന്ന സമയത്ത് ഫാങ്ങിൻ്റെ അനിയൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ പെണ്ണ് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്ക് CEO പോസ്റ്റ് കിട്ടണമെന്നായിരുന്നല്ലോ നിങ്ങൾക്ക് ആഗ്രഹം, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഫാങ്ങിൻ്റെ അനിയൻ പറയണം, എനിക്ക് CEO പോസ്റ്റ് വേണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം, പക്ഷേ എന്ന് വെച്ചാൽ യൂറ വന്ന് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണാണ്. അപ്പോൾ എൻ്റെ ചേട്ടനും അവൾ സ്നേഹിക്കുന്നെങ്കിൽ അതങ്ങനെ നടക്കട്ടെ, അതിന് കുഴപ്പമില്ലെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്തതെന്ന് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയൻ പറയാം കേട്ടോ.
എന്നിട്ട് നമ്മൾ യൂണിഫോം കൂടി ആ മീൻകാരനെ കാണുന്ന സമയത്ത് മീൻകാരൻ പറയുവാണ്, എനിക്ക് വന്ന് നിങ്ങളുടെ കമ്പനിക്ക് എൻ്റെ സ്ഥലം കൊടുക്കാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറയാം കേട്ടോ. എന്നിട്ട് ഇയാൾ വന്ന് ഞണ്ടിനെ പിടിക്കാൻ പോകും. പക്ഷെ ഞണ്ടിനെ ഒന്നും ഇയാൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവിടെ തന്നെ ഫാങ് പറയുകയാണ്, എടി നിനക്ക് ഈ മീൻ പിടിക്കാനൊക്കെ കറക്റ്റ് അറിയുകയും ചെയ്യുന്ന സമയത്ത് യൂറ പറയണം, നിങ്ങൾ എന്ത് സംസാരമാണ് പറയുന്നത്? എനിക്ക് വന്ന് ഞാൻ ചെറുപ്പത്തിൽ നല്ല ഓർമ്മ വെച്ച കാലം തൊട്ടേ മീൻ പിടിക്കാനായിട്ട് അമ്മയുടെ കൂടെ പോയി എനിക്ക് ശീലമുണ്ട്. മാത്രമല്ല ഞാൻ മീൻകാരി പെണ്ണല്ലയോ, അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാൻ കുഴപ്പമില്ലെന്ന് പറയുന്ന സമയത്ത് ഫാങ് പറയണം, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ഞണ്ടിനെ പിടിക്കാൻ പറ്റുന്നില്ല, നീ ഒന്ന് എങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ നമുക്ക് അയാളെ ഇമ്പ്രസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് യൂറ ആരാ മോള്, അവളാണെങ്കിൽ പോയി സൂപ്പറായിട്ട് ഞണ്ടിനെ പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ആ മീൻകാരൻ ഇച്ചിരി ഇമ്പ്രസ് ഒക്കെ ആവുന്നുണ്ട്. അയാൾ ചോദിക്കണം, നീ എങ്ങനെയാണ് എന്ത് ട്രിക്ക് വെച്ചിട്ടാണ് ഞണ്ടിനെ പിടിച്ചതെന്ന് ചോദിക്കണം. അപ്പോൾ അവൾ വന്നിട്ട് അതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അയാളെ ഹാപ്പി ആയിട്ട് പറയണം, ഇന്ന് വൈകിട്ട് എനിക്ക് വീടിൻ്റെ അടുത്തൊരു പാർട്ടി ഉണ്ട്, അവിടെ ഡിന്നറിന് നിങ്ങൾ വിളിക്കാം, നിങ്ങളും വാ എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി പോവാട്ടോ. പോകുന്ന സമയത്ത് ഈ മീൻകാരൻ വന്നിട്ട് ഈ യൂറയുടെ അടുത്ത് പറയാണ്, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമൊന്നും ആരുടെ അടുത്തും ഷെയർ ചെയ്യാറില്ല, പക്ഷെ നിൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് ഒരു പഴയ സ്റ്റോറി പറയാം. അപ്പോൾ ആ സ്റ്റോറിയിൽ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചെറുപ്പത്തിലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചായിരുന്നു. ആ പെണ്ണ് നോക്കുമ്പോൾ എന്താ ശരിക്കും നമ്മുടെ യൂറയുടെ രൂപത്തേക്ക്, വേറെ ഒന്നുമില്ല, അത് യൂറയുടെ അമ്മയാണ്. ഇവർ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരെ വീട്ടിലും സമ്മതിക്കാത്തതുകൊണ്ട് ലാസ്റ്റ് യൂറയുടെ അമ്മ വന്നിട്ട് വേറൊരാളെ വീട്ടുകാർ പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് പോവാണ് ചെയ്തത്. അപ്പോൾ ആ മീൻകാരൻ പറയാണ്, എൻ്റെ കാമുകിയുടെ മോളാ നീ ചോദിച്ചാൽ ഞാൻ ആ സ്ഥലം നിനക്ക് തരാതിരിക്കുമോ? അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ യൂറയുടെ പേരിൽ ആ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവരെല്ലാം ആയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കറക്റ്റ് യൂറ ഒരു വലിയൊരു വണ്ടി അടിക്കാൻ വരും. ആ സമയത്ത് കറക്റ്റ് യൂറയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫാങ് അവിടെ തള്ളി നിൽക്കുന്ന സമയത്ത് ഫാങ് ചെന്തറയെ വീണ് അവൻ്റെ നെറ്റി പൊട്ടുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ നൈസായിട്ട് മയങ്ങി പോവാം. അപ്പം നമ്മുടെ യൂറാണെങ്കിൽ അവനെ കുറേ തട്ടി വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് ഇവള് ലാസ്റ്റ് കുറേ വിളിക്കുന്ന സമയത്ത് അവൻ എണീക്കാം. അപ്പോൾ എണീക്കുന്ന സമയത്താണ് ഇവനൊരു ഓർമ്മ വരുന്നത്, വേറെ ഒന്നുമില്ല, ഇവന് വന്നും വെള്ളമൊക്കെ നല്ല വൃത്തിയായിട്ട് പേടി. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് അവൻ വന്നിട്ട് കടലിൽ ഇറങ്ങിയ സമയത്ത് അവൻ വന്നിട്ട് തിരയെടുത്ത് പോയായിരുന്നു. ആ സമയത്ത് ഒരു മീൻകാരി പെണ്ണാണ് ഇവനെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇവന് ആ ഒരു മയക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെണ്ണ് യൂറയാണെന്നുള്ള കാര്യം ഇവന് ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ അത്രയും കാലം അവൻ്റെ മനസ്സിൽ പ്രണയമാണോ എന്നുള്ള ഡൗട്ട് ഇല്ലായിരുന്നോ. പക്ഷെ ആ പ്രണയം തന്നെ അവന് കൺഫേം ആണ്. ഒരു സിറ്റുവേഷനിൽ അവന് കൺഫേം ആയിട്ട് അവനാണ് യൂറയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അവൻ യൂറെ ഹഗ് ചെയ്യും കേട്ടോ. പക്ഷെ ഇതേ സമയം വന്നിട്ട് ഈ ഗ്രാൻഡ് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടത്തിയിട്ട് യൂറയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടുള്ളത്. അപ്പോൾ മാനേജർ എന്നിട്ട് പറയാണ് ഫാങ് രക്ഷിച്ചുകൊണ്ട് യൂറയ്ക്കൊന്നും പറ്റിയില്ലെന്നും. അപ്പം നമ്മൾ ഗ്രാൻഡിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഇവനെ കല്യാണത്തിന് ഒരുക്കുകയൊക്കെ കേട്ടോ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല സീരിയസ് ആണ്, കാരണം ഇപ്പോൾ ഫാങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്, റിയൽ പ്രണയമാണല്ലോ യൂറയുടെ അടുത്ത്. മാത്രമല്ല യൂറയുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത് ഇത് കോൺട്രാക്റ്റിന് വേണ്ടി കല്യാണം കഴിക്കുന്നതെന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫാങ്ങിൻ്റെ അസിസ്റ്റന്റ് വന്ന് ഫാങ്ങിൻ്റെ അടുത്ത് ചോദിക്കണം, നമുക്ക് വന്നിട്ട് ഒരു നോർമൽ രീതിക്കുള്ള ഒരു കല്യാണം പോരെ, ആഫ്റ്റർ ഓൾ ഇതൊരു കോൺട്രാക്ട് മാരേജ് എല്ലാം ചോദിക്കുന്ന സമയത്ത് ഫാങ് പറയണം, അല്ല ഈ നാട്ടുകാർ കണ്ടു നിൽക്കുന്ന അത്രയും ലെവലിലായിരിക്കണം എൻ്റെ കല്യാണം, കാരണം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം പറയണം. എന്നിട്ട് ഇവൻ വന്ന് ഗ്രാൻഡ് കണ്ടിട്ട് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വന്ന് ആക്ട്രസ് പെണ്ണിൻ്റെ വീട്ടുകാർ നിൽക്കുന്നുണ്ട്. ഓൾറെഡി ആക്ട്രസ് പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് ഓൾറെഡി നമ്മുടെ ഫാങ്ങില്ല അവൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ്. അപ്പോൾ എടുത്തുകൊണ്ടെങ്കിൽ ഗ്രാൻഡ് പറയുകയാണ്, ഇനി മുതൽ നിൻ്റെ ഫിയാൻസി വന്ന് ഈ ആക്ട്രസ് പെണ്ണാന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ ഫാങ്ങിനാണെങ്കിൽ ആകെ മൊത്തം ഷോക്ക് ആണ്. എന്നിട്ട് ഗ്രാൻഡ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവൻ പിന്നാലെ പോയിട്ട് ചോദിക്കുകയാണ്, ഗ്രാൻഡ് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഗ്രാൻഡ് വന്ന് സത്യാവസ്ഥ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു സ്ഥലം ഗ്രാൻഡ്ക്ക് കിട്ടാൻ വേണ്ടി ഗ്രാൻഡ് കളിച്ച ഫുൾ കളിയാണിത്. അയാൾ ഈ ഒരു മീൻകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് യൂറയുടെ അമ്മ വന്നിട്ട് ഇയാളെ പഴയ കാമിക്കുന്നതാണ്. യൂറയെ വെച്ച് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഗ്രാൻഡ് വന്ന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് പറയുകയാണ്, നീ വന്നിട്ടേ നിനക്ക് പറ്റിയ ലെവലിലുള്ള ആൾക്കാരെ നോക്കാൻ നിൽക്കുക, മനസ്സിലായോ, അല്ലാതെ ഈ മീൻകാരി പെണ്ണിൽ നിന്ന് കല്യാണം കഴിച്ച് നിൻ്റെ ലൈഫൊന്നും സെറ്റിലാവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ്ങിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാം കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ അവളെ ബ്ലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഈ ഒന്നും കിട്ടത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫാങ്ങാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം വന്ന് യൂറ വന്ന് കേൾക്കും. അപ്പോൾ അവൾക്ക് ആകെ മൊത്തത്തിൽ സങ്കടമാവും. അപ്പോൾ ഫാങ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തും അവൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വീട് പണിതിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചാവി കൊടുത്തിട്ട് പറയാണ്, എൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ തീർന്നില്ല, അവിടെ ഞാൻ പോവാമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പൊട്ടി കരകണ്ട പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂറയ്ക്ക് എന്ന് വെച്ചാൽ ഫാങ്ങിനോട് ഇപ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമുള്ളത്. പക്ഷേ എങ്കിൽ അവൾ വിചാരിച്ചിരുന്ന കോൺട്രാക്റ്റ് ആണെന്നല്ലേ, അപ്പോൾ ഇനി അവൾക്ക് അവിടെ ഒരു സ്ഥാനമില്ലല്ലോ. അതുകൊണ്ട് അവൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോവുക. ഇപ്പൊ വീട് ഇവള് പോയി കഴിയുന്ന സമയത്ത് ഫാങ് നിന്ന് അവിടെ നിന്ന് കരയുവാണ്. ഇപ്പൊ അവൾക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവള് വന്നിട്ട് ആ മീൻകാരന്റെ വീട്ടിൽ തന്നെ പോയിട്ട് താമസിക്കുവാണ്. അവിടെ വെച്ചിട്ട് ഒരു ന്യൂസ് കാണുവാണ്, നമ്മുടെ ഫാങ്ങിന് അതുപോലെ ആക്ട്രസ് പെണ്ണിനും തമ്മിൽ എൻഗേജ്മെന്റ് ആവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണുക. അങ്ങനെ ന്യൂ ഇയർ ആവുക കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഇവിടെ ആലോചിക്കുവാണ്, എല്ലാവർക്കും ന്യൂ ഇയർ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ദൈവം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഫാങ് അങ്ങോട്ട് വരും കേട്ടോ. ഫാങ് അങ്ങോട്ട് വന്ന് അവളെ പ്രപ്പോസ് ചെയ്തിട്ട് പറയുവാണ്,
ഞാൻ എൻ്റെ എല്ലാ സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ആ ഒരു കമ്പനിയുടെ ആവശ്യമില്ല, എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യൂറയ്ക്ക് ഇവനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കിസ് ചെയ്തിട്ട് ഇവർ ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതോടുകൂടിയാണ് നമ്മുടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു ഡ്രാമയായിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.